വളരെ ക്ഷീണിച്ച് അവശയായി പോയ ഒരു പെൺകുട്ടിയുമായിട്ട് അവരുടെ പിതാവും ഒരു സഹോദരനും ഇവിടെ വരികയുണ്ടായി. കണ്ടാൽ നല്ല സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ്. പക്ഷെ പെട്ടെന്ന് പഠനത്തിൽ പിന്നോക്കമായി. പെട്ടെന്ന് ഇങ്ങനെ ഛർദ്ദിച്ചു കൊണ്ടേയിരിക്കുന്നു. നന്നായിട്ട് പനി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്നു. അത് കാരണമായിട്ട് ക്ലാസ്സുകളൊക്കെ മുടങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ശരിക്കും ഭക്ഷണം കഴിക്കാൻ പോലും പറ്റുന്നില്ല. ആ രൂപത്തിൽ എന്തൊക്കെയോ തടസ്സങ്ങൾ ആ കുട്ടിക്കുള്ളതായിട്ട് അവർ പറയുന്നു. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ ഫാമിലിയുമായി ബന്ധപ്പെട്ട് സംസാരിച്ചും അവരുടെ അവസ്ഥ മനസ്സിലാക്കിയപ്പോഴൊക്കെ ഇതിൻ്റെ ഒരു കാരണം യഥാർത്ഥത്തിൽ ഇതാണെന്ന് മനസ്സിലാകുകയുണ്ടായി. അതിനടിസ്ഥാനത്തിൽ അത്തരം കാരണങ്ങൾക്ക് വേണ്ടി സാധാരണ നമ്മൾ ചെയ്യാറുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളുണ്ട്. ആ ആയത്തുകളും നമ്മൾ പ്രത്യേകമായിട്ട് മന്ത്രിക്കാറുള്ള ആ മന്ത്രമൊക്കെ അവർക്ക് നിർദ്ദേശിച്ചു കൊടുക്കുകയും നിങ്ങൾ ഇത് തുടർച്ചയായിട്ടുള്ള 21 ദിവസം കൃത്യമായി ഇങ്ങനെ ഇത് പാലിക്കുകയും വേണം എന്ന് പറഞ്ഞു. അവരത് ചെയ്യുകയും ചെയ്തു. ബിഇദ്നില്ലാഹി തആല, അള്ളാഹുവിൻ്റെ അപാരമായ ഖുദ്റത്ത് കൊണ്ട്, മറ്റൊന്നുമല്ല, അവർ ഓതിയ വിശുദ്ധ ഖുർആനിൻ്റെ അത്ഭുത ശക്തി കൊണ്ട് അവരുടെ ആ വിഷമം മാറിക്കിട്ടി എന്നുള്ളതാണ്. ഞാനതിൻ്റെ കാരണം എന്താണ് എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ ഒന്നും പറയുന്നില്ല. ഇതിവിടെ എങ്ങനെയാണ് ഇതിന് വളരെ പെട്ടെന്ന് മാറ്റം ലഭിച്ചത്, ഇവിടെ വന്നത് കൊണ്ടാണോ? അല്ല, അതിൻ്റെ ഒരു റീസൺ അവർക്ക് മനസ്സിലായി. അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് വളരെ വിശ്വാസത്തോടു കൂടെ ചെയ്തു. അത് കാരണമായിട്ടാണ് സംഭവിച്ചത് എന്ന് അവരോടും നമ്മൾ പറയുകയുണ്ടായി. ചില കുട്ടികളിലും അതേപോലെ തന്നെ ചില ആളുകളിലൊക്കെ സംഭവിക്കുന്ന ഇത്തരം തടസ്സങ്ങൾ, പെട്ടെന്ന് അവർ ഡള്ളായി പോവുക, ഒന്നും ചെയ്യാതിരിക്കാൻ സാധിക്കുക, ഇത്തരം തടസ്സങ്ങൾ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു പക്ഷേ സിഹർ കാരണമായിട്ടോ ഐന് കാരണമായിട്ടോ വേറെ ചില പൈശാചികമായ ഉപദ്രവം കാരണമായിട്ടോ ഒക്കെ സംഭവിക്കാറുണ്ട്. അത്തരം ചില കാരണങ്ങൾ കണ്ടെത്തി അതിന് ആത്മീയമായിട്ടുള്ള വിശുദ്ധ ഖുർആനിക ആയാത്തുകൾ കണ്ടെത്തി അത് നമ്മൾ കൃത്യമായി സേവിക്കുമ്പോൾ തീർച്ചയായും അതിന് നമുക്ക് ഫലം ലഭിക്കുമെന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് അതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ആയത്തുകളൊക്കെയാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ടി വരുന്നത്. ഞായറാഴ്ച വിളിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തിങ്കളാഴ്ച വിളിച്ചു നോക്കാം. തിങ്കളാഴ്ച ബുക്കിംഗ് ഫുള്ളായിട്ടുണ്ടെങ്കിൽ നമ്മൾ തരും. ഞായറാഴ്ച തന്നെ ഞായർ തിങ്കൾ ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ബുക്കിങ്ങിന് വേണ്ടി വിളിക്കാവുന്നതാണ്. നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണും. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മക്കളെ ആത്മീയമായിട്ട് നല്ല രൂപത്തിൽ വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മെ ഏൽപ്പിക്കാവുന്നതാണ്. ഗൃഹാന്തരീക്ഷത്തിൽ, ആത്മീയാന്തരീക്ഷത്തിൽ തികഞ്ഞ അച്ചടക്കത്തോടുകൂടെ വിദ്യാഭ്യാസവും നൽകി വീടിനും കുടുംബത്തിനും നാടിനും നാട്ടുകാർക്കും ഉപകരിക്കുന്ന നല്ല മക്കളായിട്ട് നല്ല ഒരു ഇസ്ലാമിക് കൾച്ചർ ലൈഫ് സ്റ്റൈലുമായിട്ട് മുന്നോട്ട് പോകുന്ന, പുതിയ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ലഹരി ഉൾപ്പെടെയുള്ള MDMA ഉൾപ്പെടെയുള്ള വളരെ രാസലഹരിയുമായിട്ടൊക്കെ ബന്ധപ്പെടാത്ത രൂപത്തിൽ നല്ലൊരു ആത്മീയ അന്തരീക്ഷത്തിൽ ഇസ്ലാമിക് സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ, അതാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിലൂടെ അവർക്ക് നല്ലൊരു ചിട്ടയും അടുക്കവും, അള്ളാഹ് ആരാണ്, മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, നമ്മളൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മക്കളെ കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താ, നാളെ ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ ഖബറും പുറത്ത് വന്ന് സലാം പറഞ്ഞ് നമുക്ക് ഫാത്തിഹ ഓതുന്ന മക്കൾ ആ രൂപത്തിൽ നമുക്ക് തിരിച്ചു നൽകാൻ സാധിക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് നമ്മളെ ഏൽപ്പിക്കാവുന്നതാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വലാഹിൻ്റെയും ഖൈറിൻ്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ സൂചിപ്പിച്ച ആ ഫാമിലി ഇവിടെ വന്നപ്പോഴുണ്ടായിരുന്ന ആ കുട്ടിയുടെ അവസ്ഥയും അതിനുശേഷം പിന്നീട് ആ കുട്ടിയിലും അതേപോലെ തന്നെ അവരുടെ കുടുംബത്തിലൊക്കെ ഉണ്ടായ മാറ്റങ്ങളൊക്കെ നമ്മളിതൊക്കെ അനുഭവിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എങ്ങനെയാണെന്നതിൻ്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ ഞാൻ അവരോട് സുബഹി നിസ്കാരത്തിന് ശേഷമാണ് അത് ചൊല്ലാൻ വേണ്ടി പറഞ്ഞത്. 21 ദിവസമാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. 21 ദിവസം സുബഹി നിസ്കാരത്തിന് ശേഷം അവർ ആത്മാർത്ഥമായിട്ടത് ചെയ്യുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? യഥാർത്ഥത്തിൽ അവർ അള്ളാഹുവിൻ്റെ ഒരു പ്രത്യേകമായ നോട്ടം ആ വിഷയത്തിൽ പ്രത്യേകമായൊരു സഹായമോടെ ലഭിക്കണം, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ഹൃദയം ശുദ്ധീകരിക്കുന്നതിനനുസരിച്ച്, വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിനനുസരിച്ച് മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാകും, അള്ളാഹുവിൻ്റെ നോട്ടം ഉണ്ടാകും. അപ്പോൾ അവരത് എന്തിനു വേണ്ടിയിട്ടാണോ ഓതുന്നത്,
എന്ത് നീയത്താണോ മനസ്സിൽ കരുതിയിട്ടുള്ളത്, എത്ര ദിവസമാണോ ചെല്ലുന്നത്, ആ ഒരു കൺസിസ്റ്റൻസി, ആ തുടർച്ചയായിട്ട് ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിൽ തീർച്ചയായും ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഇതൊരൊറ്റ വിഷയത്തിൽ മാത്രമല്ല, ശക്തമായ സിഹർ ബാധിച്ചു വലിയ പ്രയാസത്തിൽ. അവർ സിഹറാണെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വലിയ പ്രയാസം, വേറെ കാരണങ്ങളൊന്നും കാണുന്നില്ല. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വന്നപ്പോഴൊക്കെ നമ്മൾ അവരെ ഇരുത്തി ഇങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ, മന്ത്രിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് അവർ അങ്ങനെ വൈബ്രേറ്റ് ആവുകയും ഇങ്ങനെ ഇളകുകയും പിന്നെ ഇളകി ഒരു വല്ലാത്ത അവസ്ഥയിലേക്ക് എത്തി അവരുടെ ഹാല് മാറുകയൊക്കെ ചെയ്ത്. പിന്നെ ഹാല് മാറിയ അവസ്ഥയിൽ അവരുടെ ഉള്ളിലുണ്ടായിരുന്ന കുടികൊണ്ടിരുന്ന ആ ഒരു പൈശാചികത സംസാരിക്കുകയാണ്. സംസാരിക്കുമ്പോഴെന്താ പറയുന്നത്, ഞാൻ ഇവരെ നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്, ഇവരെ നശിപ്പിക്കലാണ് എൻ്റെ ലക്ഷ്യം, ഇവരെ ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, ഇവരെ ഞാൻ ഉയരാൻ അനുവദിക്കില്ല, ഇവരെ ഞാൻ കൊന്നിട്ടേ പോകൂ എന്നൊക്കെ രൂപത്തിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവരല്ല സംസാരിക്കുന്നത്, അവരുടെ ഉള്ളിലുള്ള ആ ഒരു പൈശാചികതയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ ഒഴിവാക്കുക എന്നുള്ളതാണ് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ. അത് ഒഴിവാക്കാൻ കുറേ പ്രവർത്തനങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. അത് പഠിച്ച മനസ്സിലാക്കിയ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് ചെയ്യാനുള്ളത് വളരെ ചെറിയ പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ചില സംസാരങ്ങൾ സംസാരിക്കുന്നതിലൂടെ തന്നെ ചിലപ്പോൾ അവർ ഒഴിഞ്ഞു പോകും, ചിലപ്പോൾ കുറേ നിരന്തരമായിട്ട് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു പൈശാചികത എന്താണെന്ന് സംസാരത്തിലൂടെയും പരിചയത്തിലൂടെയും നമ്മളിങ്ങനെ കുറേ കേസുകളിലേക്ക് ഇടപെടുമ്പോൾ അതിൻ്റെ ഒരു തജ്രിബത്ത്, എക്സ്പീരിയൻസ് നമുക്കുണ്ടാവുമല്ലോ, അതിലൂടെയൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു ശക്തിയെ, അത് ഏത് ശക്തിയാണെങ്കിലും ഏതുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അവരെ ആ കുടികൊണ്ട ആ ശരീരത്തിൽ നിന്നും ഒഴിപ്പിക്കാനുള്ള കറക്റ്റ് വേ നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ മൂവ് ആകുമ്പോൾ തീർച്ചയായും അതിലൊക്കെ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം തടസ്സങ്ങൾ വരുമ്പോൾ സാധാരണ നമ്മൾ മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വളരെ ചെറിയ ഒരു രൂപം പറയണം. ഇതിൻ്റെ പൂർണ്ണമായ രൂപമല്ല, നിങ്ങൾക്ക് വീട്ടിൽ നിന്നൊക്കെ എപ്പോഴും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യാം, സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യാം, ഫലഖ് പാരായണം ചെയ്യാം, നാസ് പാരായണം ചെയ്യാം. അതിനുശേഷം ഫനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ബിസ്മില്ലാഹി അർഖീക വല്ലാഹു യശ്ഫീക മിൻ കുല്ലി ദാഇൻ യുഅ്ദീക വമിൻ കുല്ലി നഫ്സി ഔ ഐനി ഹാസിദിൻ അല്ലാഹു യശ്ഫീക അല്ലാഹുമ്മ അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് വശ്ഫി അൻത ശാഫി ലാ ഷിഫാ ഇല്ലാ ഷിഫാഉക ഷിഫാ ലാ യുഗാദിറു സഖമ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ ഇൻഷാ അല്ലാഹ് ഇത് ഞാൻ എഴുതിയത് കറക്റ്റ് ഫോട്ടോ എടുത്ത് അത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇൻസ്റ്റഗ്രാമിൻ്റെ ബ്രോഡ്കാസ്റ്റ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ താഴെ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടാവും. ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ അവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് സേവ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗാലറിയിലേക്ക് അത് വരും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് വലിയ ബറക്കത്ത് നൽകട്ടെ, അള്ളാഹു നമുക്ക് വലിയ റാഹത്ത് നൽകട്ടെ, സന്തോഷം നൽകട്ടെ. ഇങ്ങനെ പല അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ തന്നെ ഇവിടെ നേരിട്ട് വരുമ്പോൾ നമ്മളിവിടെ വേറെ ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. പ്രത്യേകം മനസ്സിലാക്കണം, നമ്മളിവിടെ എന്തെങ്കിലും തകിടിൽ എഴുതി കൊടുക്കാനുള്ള സമയം ഒന്നാമത് ഉണ്ടാകാറില്ല. അതേപോലെ തന്നെ ഈ പല സ്ഥലങ്ങളിലും മുട്ടയിലുള്ളത്, തേങ്ങയിലുള്ളത്, വെള്ളരിയിലുള്ളത് മണിക്കൂറുകളോളം ഇരുന്നിട്ടുള്ള ചില രീതികൾ, അത്തരം രീതികളൊക്കെ അതൊന്നും അവലംബിക്കുകയോ അതൊന്നും ചെയ്യുകയോ ചെയ്യുന്നില്ല. ഇവിടെ വരുന്നവർക്കൊക്കെ അറിയാം, നമ്മൾ ചെയ്യുന്നത് കേവലം വിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകൾ മാത്രമാണ്. ആ ആയത്തുകൾ കൃത്യമായി മനസ്സിലാക്കി കുറിക്കുകൊള്ളുന്ന ആയത്തുകൾ അത് ഉപയോഗപ്പെടുത്തുകയാണ് നമ്മൾ എല്ലാ സമയത്തും ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്, നല്ല റിസൾട്ട് ലഭിക്കും. ഈ ഒരു ആയത്ത് ഫനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ ബിസ്മില്ലാഹി അർഖീക വല്ലാഹു യശ്ഫീക മിൻ കുല്ലി ദാഇ യുഅ്ദീക വമിൻ കുല്ലി നഫ്സി ഔ ഐനിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ വളരെ പ്രധാനപ്പെട്ട ഈ ദുആ ദിക്ർ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താവുന്നതാണ്. വലിയ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ ലഭിക്കാൻ അത് വലിയ കാരണമാകുമെന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും തീർത്തരട്ടെ, ബുദ്ധിമുട്ടുകളിൽ സലാമത്ത് നൽകട്ടെ. പലപ്പോഴും പലരും വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നൊക്കെ പറയുന്നത്
നിങ്ങൾക്കറിയാം നമ്മൾ കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞായറാഴ്ചയാണ് വിളിക്കേണ്ടത്. ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നിങ്ങൾക്ക് വിളിക്കാം. ഞായറാഴ്ച വിളിച്ച് ബുക്കിംഗ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ തിങ്കളാഴ്ച ചിലപ്പോൾ ബുക്കിംഗ് കിട്ടിക്കൊള്ളണമെന്നില്ല. എന്നാലും വിളിച്ചു നോക്കുക. പരമാവധി നമ്മൾ തരാൻ വേണ്ടി ശ്രമിക്കും ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മുടെ എല്ലാ പ്രയാസങ്ങളും സലാമത്ത് നൽകട്ടെ. സിഹർ ആയിന് ഷൈത്വാനിയത്തിൻ്റെ പ്രശ്നങ്ങളെ തൊട്ടൊക്കെ നമുക്ക് വലിയ കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന് വസിയ്യത്ത് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.